ഹലോ, എന്തൊക്കെയാ വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിങ്ങനെ ഒരു ഫ്ലോയിൽ വീഡിയോ ഇട്ടിട്ട് പോവുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആ 1.5 വയസ്സ് കുഞ്ഞാവയുടെ വിവരം അറിയുന്നതും അതിനെ തുടർന്ന് കുറേ ന്യൂസുകൾ അറിയുന്നതും. അതായത് അതേപോലെയുള്ള സംഭവങ്ങൾ. അതിന് തൊട്ട് മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവവും അതിനുശേഷം യുപിയിലും തിരുവനന്തപുരത്തും പല സംഭവങ്ങൾ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കണ്ടു. നമ്മുടെ മനസ്സൊക്കെ സ്ട്രെസ്സായിട്ടിരിക്കുക. വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സമയത്ത് പത്രവായനയും ന്യൂസ് കാണുന്നതും ഒക്കെ നിർത്താനുള്ളതിന്റെ കാരണം ഇത് തന്നെയാണ്. നല്ലതൊന്നും കേൾക്കാനില്ലാത്തൊരു നാടായിട്ട് മാറുന്നുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമെങ്കിലും കുറെ ഡെവിൾസ് ആണ് ഇപ്പൊ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്ത് ചെയ്യാൻ പറ്റും. ശരി, അങ്ങനെ അപ്പൊ പിന്നെ തുടർന്ന് അവരുടെ അമ്മയുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടു. അയാളുടെ അമ്മയുടെ ഒക്കെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ മാത്രം പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യവും അതിന് ഇതാണ്. എത്ര കുറ്റം ചെയ്തിട്ടും അവരുടെ അമ്മ മകന്റെ സൈഡ് തന്നെയാണ് പറയുന്നത്, കണ്ടോ. അപ്പൊ പിന്നെ അതൊരു വളം വെച്ച് കൊടുത്തത് അമ്മ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പലതും കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നും. പക്ഷെ നമ്മൾ ഒരാൾ വായിട്ടലച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരെ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. അതും ഈ മുതിർന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ചിലരുടെ തലയ്ക്ക് മത്ത് പിടിച്ച് ജീവിക്കുന്നവരാണ്. അതിന് നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിന് മദ്യപാനമൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെയും ഭ്രാന്തമായ ചിന്തകളും ആലോചനകളും ഉള്ള കുറേ പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഈ അമ്പലങ്ങളും പള്ളികളും കൂട്ടായ്മകളും സ്കൂളും വായനശാലയും ഒക്കെ നമുക്ക് നല്ലൊരു സ്വഭാവം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഒക്കെ പോയിട്ടുള്ള ആൾ തന്നെയാണ് അയാളും. പക്ഷെ അയാളുടെ കൂടെ പഠിച്ചവരെക്കാളൊക്കെ വ്യത്യസ്തമായിട്ടില്ല അയാൾ ജീവിച്ചത്. അതേപോലെയാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും. അമ്പലത്തിൽ പോകുമ്പോൾ തൊടിയിലും അല്ലെങ്കിൽ വീടിന്റെ പർട്ടിക്കുലർ പൂജാമുറിയിൽ കയറാൻ പാടില്ല, തൊടിയില് ശുദ്ധം വൃത്തി ഇതൊന്നും അല്ല. നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു, മറ്റുള്ളവരുടെ എന്ത് വില കൊടുക്കുന്നു, മറ്റുള്ളവരുടെ ജീവിതം നമ്മളുമായിട്ട് എങ്ങനെ ഇണങ്ങിച്ചേർന്ന് പോകുന്നു, മറ്റുള്ളവർക്ക് എങ്ങനെ സമാധാനം കൊടുക്കുന്നു എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വിഷമങ്ങളും പരാതികളും പോയി പറഞ്ഞ് നമുക്ക് സമ്പത്തും ആരോഗ്യവും മാത്രം തരാനുള്ള ഒരാളായിട്ടല്ല, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കണം. എന്തായാലും ആ കുഞ്ഞിനെ കൊല്ലുന്ന സമയത്ത് അയാളുടെ കൂടെ ദൈവം ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത്രയും നാളും പല ക്രൂരതകളും ചെയ്ത് അയാൾ രക്ഷപ്പെട്ട് നിന്നപ്പോഴൊക്കെ കൂടെ നിന്ന ദൈവം ഈ കുഞ്ഞിനെ കൊല്ലുന്ന സമയത്ത് അയാളുടെ കൂടെ നിന്നില്ല. പക്ഷെ ആ കുഞ്ഞിനെ എന്തോ രക്ഷിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു വലുതാവുന്നിടം വരെ അതിങ്ങനെ ക്രൂരതകൾ സഹിച്ച് വളരുന്ന ഒരു കുഞ്ഞായിരുന്നെങ്കിൽ മേ ബി ആ കുഞ്ഞും വളർന്ന് വലുതാവുമ്പോൾ ഇങ്ങനെ തന്നെ ആയനെ. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്രൂരമായി എന്തും ചെയ്യാം എന്നുള്ളൊരു ആ ഒരു മനോനിലയിലേക്ക് എത്തിയനെ ആ കുട്ടി എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമുക്ക് ആ ടോപ്പിക്കൊക്കെ വിടാം. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കുറേ ദിവസങ്ങളായിട്ട് നമ്മളൊരു വേറൊരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചു പിടിക്കണമല്ലോ ആ ഒരു ജീവിതത്തിൽ നിന്നൊക്കെ. അപ്പം ഞാൻ വീണ്ടും വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടാണ്. നമ്മുടെ നാട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ചിറ്റ, എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, ചിറ്റ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ചിറ്റയുടെ വീഡിയോസൊക്കെ നമ്മൾ പല ദിവസം കണ്ടിട്ടുണ്ട്. പഴയ എല്ലാ വെക്കേഷനിലുള്ള വീഡിയോയും കാണുന്നതാണ്. അപ്പം അപ്പു വന്നപ്പം കുറേ സാധനങ്ങൾ ശമ്പൂട്ടിന് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അവൻ കുവൈറ്റിലാണ്. അപ്പം അവിടുന്ന് വന്നപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. കൂടാതെ ചിറ്റ ഇപ്പോൾ വരുന്ന വഴിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ശമ്പൂട്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. അവൻ ഭയങ്കര സന്തോഷമായി. ചിറ്റയ്ക്കും പനിയാണ്, അപ്പുന് വരാൻ പറ്റിയില്ല പനിയായ കാരണം. അപ്പോൾ എന്നാലും ശംഭുവിനെ കാണാൻ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ശംഭുവും കാണുന്നുണ്ട്. ശംഭുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അവനും ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും കാണും. വളർന്ന് വലുതായി ഒരിക്കൽ ഞാനില്ലാതെ അവിടെ പോകേണ്ടി വന്നാലും അവന് തോന്നും, അയ്യോ എനിക്ക് ചിറ്റമ്മമ്മനെ കാണണമല്ലോ എന്ന്. അങ്ങനെ ഒരു സ്നേഹം കൊടുത്തും വളരണം. അല്ലാതെ ചെറുപ്പത്തിലെല്ലാം നമ്മൾ ദ്രോഹിച്ചും ഉപദ്രവിച്ചും വളർത്തിയിട്ട് വലുതാവുമ്പോൾ നീ എനിക്ക് ചെലവിന് തന്നോണമെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അപ്പം എന്തായാലും നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് റംബൂട്ടാനൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു കടയിലേക്ക് പോവാണ്. നമുക്കൊരു ഫ്രിഡ്ജ് മേടിക്കാനായിട്ട്. അമ്മയുടെ ഫ്രിഡ്ജ് കുറേ നാളായിട്ട് നാശമായിട്ടിരിക്കുകയാണ്. നമ്മുടെ വെള്ളപ്പൊക്കം വന്നില്ല 2020 ആ സമയത്ത് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം നമ്മുടെ ഫ്രിഡ്ജിന് കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചു. തുരുമ്പ് പിടിച്ചു പോയി. അതിന് ശേഷമാണെന്നാണ് അമ്മ പറയുന്നത്. അന്ന് നമ്മുടെ വീട്ടിൽ കുറേ പേര് താമസിക്കാനുണ്ടായിരുന്നേ. അപ്പം എല്ലാവരും റഫ് യൂസ് ചെയ്തിട്ടും അങ്ങനെ അമ്മ സൂക്ഷിക്കുന്ന പോലെ എല്ലാവരും സൂക്ഷിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നാശമായിപ്പോയേ. അപ്പോൾ അതിനുശേഷമാണെന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും ആ സമയത്തൊന്നും ഞാൻ വീട്ടിലില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും കുറേ പഴക്കമുള്ള ഫ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫ്രിഡ്ജ് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പൊ കഴിഞ്ഞ ലീവിന് ചെല്ലുമ്പോൾ മാറ്റാണം എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പത്തേക്ക് അമ്മയുടെ ഒരു വിചാരം ഉണ്ടല്ലോ, അമ്മ ഇത്ര പൈസ വെച്ചിട്ട് അതിനനുസരിച്ചാണ് അമ്മ നോക്കിയെല്ലാം വെക്കുക. അപ്പൊ അമ്മയ്ക്ക് എന്തായാലും ഈ പ്രാവശ്യം നല്ലൊരു ഫ്രിഡ്ജ് മേടിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നത് കൊണ്ട് അമ്മേനെയും കൂട്ടി പോയി. ഇനിയും വെച്ചാൽ അത് ഡിലേ ആക്കി അമ്മ പിന്നെയും വൈകിപ്പിക്കും എന്ന് തോന്നി. കാരണം നമ്മുടെ ഫ്രിഡ്ജിന്റെ ഡോറ് മര്യാദയ്ക്ക് അടയുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര കറണ്ട് ചാർജ് ഒക്കെ കൂടുന്നു, ചാച്ചി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും മാറ്റി എടുക്കാന്ന് കരുതി. അപ്പൊ നമ്മളോടും കൂടെ ഉള്ളപ്പം എടുക്കാന്നുള്ള രീതിയിലാണ് നിന്നത്. അങ്ങനെ അവര് ചാച്ചി കാര്യങ്ങളൊക്കെ ചോദിച്ച് അതെല്ലാം എന്താണ് ചെയ്തു. അപ്പൊ എന്റെ കണ്ണ് പോയി ഇതേ യൂഞ്ഞാലിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? എപ്പോഴെങ്കിലുമൊക്കെ മേടിക്കണം എന്ന ആഗ്രഹമുള്ള പല സാധനങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന് ഏകദേശം ഒരു 37,000 ആ ഒരു റേഞ്ച് ഒക്കെയാണ് കേട്ടോ വന്നത് ആണെന്ന് തോന്നുന്നു. അന്നേരം എന്റെ മനസ്സിൽ അങ്ങനെയാണ് കിടക്കുന്നത്. പ്രൈസ് ടാഗ് ഒക്കെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജാണ് എടുക്കാൻ വിചാരിച്ചത്. അപ്പൊ ഈ 1 സ്റ്റാർ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കറിയാഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഡബിൾ ഡോർ ഫ്രിഡ്ജിനെല്ലാം മാക്സിമം 3 സ്റ്റാർ വരെയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ പോയി മേടിച്ചു. ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് മേടിച്ചത്. പിറ്റേ ദിവസമാണ് കേട്ടോ അവരത് വീട്ടിലെത്തിക്കുന്നത്. ഡെലിവറി ഉണ്ടായിരുന്നു, പക്ഷെ ഈ സൈഡിലേക്ക് വേറെ വണ്ടിയൊന്നും വരാത്തത് കാരണം പിറ്റേ ദിവസമാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പൊ അവിടെ മാറ്റ് ചവിട്ടിയൊന്നും ഇടാത്തതിന്റെ കാരണം കുറേ പൂച്ചകളുണ്ട് വീട്ടിലെ. 5 മിനിറ്റ് കൂടുമ്പോൾ അമ്മ ഈ മാറ്റി മാറ്റി പഴയ നൈറ്റികളാണ് അവിടെ വിരിച്ചിടുന്നത്. കാരണം ഇതുങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ മാറ്റാവുമ്പോൾ കുറെ പൂട തങ്ങും. ഇതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാവല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് ഇരുന്ന സ്ഥലത്തേക്ക് അവർ അത് കൊണ്ട് വെച്ച് തന്നു. ഇനി ഒരു 3-4 മണിക്കൂർ. ഇത് കണ്ടോ, പൊടി കണ്ടോ? അവര് ഡെലിവറിയുടെ സമയത്ത് സംഭവിച്ചതാണ്. കാരണം ഇന്നലെ നമ്മൾ പോയി നോക്കുമ്പോൾ, അതായത് തലേദിവസം നമ്മൾ നോക്കി പിറ്റേ ദിവസമാണ് കൊണ്ടുതരുന്നത്. അപ്പൊ അത് അകത്തിരുന്നതാ. അപ്പൊ അന്ന് തന്നെ അത് അവർ പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചു. അതിനുശേഷം പല സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം ഇത് കൂടെ കൊണ്ടുവന്നു. ഫുൾ പൊടിയായി വന്നപ്പോഴത്തേക്ക്. പുറത്തു മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവർ വന്ന് വെച്ചപ്പോഴത്തേക്ക് ചാച്ചിയും എല്ലാം ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് അൺബോക്സിങ് തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് കണ്ടോ, നമ്മുടെ ലെവലറൊക്കെ വെച്ച് ചാച്ചി ഇങ്ങനെ ലെവൽ ചെയ്തിട്ടാണ് അത് വെക്കുന്നത്. കാരണം കുറച്ച് ബാക്കിലോട്ട് ഫ്രിഡ്ജ് ഇരിക്കണം, എന്നാലേ അതിന്റെ വാട്ടർ സപ്ലൈ പുറകിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നു കൊണ്ടിരുന്നതും കണ്ടു, 4 വഴിക്കൊന്ന് വലിച്ചു പറിക്കുന്നതും കണ്ടു. എനിക്കൊന്ന് മര്യാദയ്ക്ക് ആ ഫ്രിഡ്ജ് കാണാൻ പോലും, ഞാൻ വീഡിയോ ഇവിടെ എടുത്തോണ്ടിരിക്കുന്നുണ്ടെന്ന് അങ്ങനെ പോലും ആരും ചിന്തിച്ചില്ല. ഒരു സൈഡിൽ നിന്ന് വലിക്കുന്നു, പറിക്കുന്നു, തുറക്കുന്നു, എല്ലാം സെറ്റാക്കി വെക്കുന്നു. നമുക്കൊരു പണിയില്ല അവിടെ. അപ്പൊ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് പ്രജി, ഒരു സൈഡിൽ നിന്ന് ചാച്ചി, ഇനി ഒരു സൈഡിൽ നിന്ന് അമ്മ, എല്ലാം ഓരോ സൈഡിൽ നിന്ന് വൃത്തിയാക്കി വെച്ചു. ശമ്പൂട്ടനാണെങ്കിൽ ഭയങ്കര കരച്ചിലും. കാരണം ഡബിൾ ഡോർ ഫ്രിഡ്ജ് വേണ്ടായിരുന്നു, സിംഗിൾ ഡോർ മതി. കാരണം ഇവൻ ചെന്ന് കഴിഞ്ഞാൽ 2 വീട്ടിലും ഐസ്ക്രീം ഒഴിഞ്ഞ നേരം കാണില്ല. അപ്പൊ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആകുമ്പോൾ അവന് മുകളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. പക്ഷെ അവനെ എടുക്കാൻ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന ഹൈറ്റേ ഉള്ളൂ. പക്ഷെ കടയിൽ നിന്ന് അത് കണ്ടപ്പോൾ കുറച്ചും കൂടെ ഉയരം കൂടുതൽ പോലെ തോന്നിയിരുന്നു അവന്. അപ്പം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു, അയ്യോ എനിക്കത് വേണ്ടാന്ന്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ആൾ ഓക്കെയാണ്. അപ്പൊ അമ്മ അങ്ങനെ പൊടിയെല്ലാം നന്നായിട്ട് തുടച്ച് കളഞ്ഞ് ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ്, മൽമല് പോലത്തെ സോഫ്റ്റ് കോട്ടൺ കൊണ്ടാണ് ഇപ്പൊ തുടയ്ക്കുന്നത്. ഇനി അടുത്ത ലീവിന് ചെല്ലുമ്പോൾ ഇനി എന്താണ് അതിന്റെ അവസ്ഥ എന്നറിയാൻ. വെക്കാത്ത സാധനങ്ങളൊന്നും കാണില്ല. സ്പെഷ്യലി നമ്മുടെ ഈ പൂച്ചകൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ട് ഫ്രീസർ നിറയ്ക്കും. നമ്മൾ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല, പക്ഷെ നമ്മുടെക്കാളിലും അധികാരം ഇപ്പം ആ പൂച്ചയ്ക്കാണ് വീട്ടിൽ. എന്താ ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പഴയ ഫ്രിഡ്ജ്. അപ്പോൾ ഇത് കപ്പാസിറ്ററൊക്കെ നല്ലതാണ്, ബോഡി മാത്രം കേടായിട്ടുള്ളൂ. അതുകൊണ്ട് ചാച്ചി അത് കൊടുക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു. എന്തോ സ്ക്രാപ്പ് അങ്ങനെ കടയിൽ കൊടുത്താൽ എക്സ്ചേഞ്ച് ചെയ്താൽ അവർ ഒരു ഫ്രിഡ്ജ് എക്സ്ചേഞ്ച് ചെയ്താൽ എപ്പോഴായാലും 1000 രൂപയാണ് തരുക. അപ്പം അങ്ങനെ കൊടുക്കണ്ട, സ്ക്രാപ്പിന് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അതവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓണാക്കി. സ്റ്റെബിലൈസറിൻ്റെ ഒന്നും കാര്യമില്ല, പക്ഷെ ചാച്ചി ഒരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് സ്വന്തം തീരുമാനത്തിൽ സ്റ്റെബിലൈസറൊക്കെ വെച്ചിട്ടുണ്ട്. ആ ദിവസം അങ്ങനെ പോയി. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. എന്തേ?